അണ്ണാൻ മൂത്താലും മരങ്ങേറ്റം മറക്കുമോ? അപ്പോൾ നിങ്ങൾക്ക് എന്താ കാര്യം ഒന്ന് പിടികിട്ടി കാണുമല്ലേ? അതെ, നമ്മൾ എത്ര ഇനി എന്തൊക്കെ ആയാലും നമ്മൾ നടന്നു വന്ന വഴികൾ മറക്കരുത് എന്നല്ലേ പറയുന്നത്. നമ്മുടെ സ്ഥിരമായിട്ട് മീൻ മേടിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാം കണ്ട് മടുത്ത് കാണില്ലേ. അപ്പോൾ അതാ ഇന്ന് ഞാൻ മീൻ മേടിക്കാൻ പോയിട്ടുണ്ട്. കുറച്ചധികം മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. മത്തിയുണ്ട്, കണ്ണൻകുഴിയാളയുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയണ്ടേ? ഒരു പൊതിച്ചോറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. വെട്ടുന്നത് എടുക്കുന്നത് ഒന്നും കാണിക്കുന്നില്ല. അതെ, പിന്നെ നമ്മുടെ ഒരു മീൻ വെട്ടുന്ന വീഡിയോ കുറച്ച് അധികം ഓടിയോ നിങ്ങളെല്ലാം കണ്ടു കാണത്തില്ലേ? ഞാൻ സ്ഥിരമായിട്ടേ ഈ മത്തി വാങ്ങാൻ പോകുന്നതും അതിൻ്റെ വീഡിയോ ഇടുന്നതും ഒക്കെ കുറേ പേര് എന്നെ കളിയാക്കിന്നേ. ഒരു പണിയില്ലേ, ഇന്ന് ഇതേ ഉള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയേ, ഓരോ ദിവസം വേറിട്ട രീതിയിലാണ് ഞാൻ കാണുന്നത്, ഒരേപോലെ അല്ല കാണുന്നത് എന്നും കൂടി പറയും കേട്ടോ. ദാ മത്തി വറുത്തതും ചമ്മന്തിയും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഒരെണ്ണം അല്ല കേട്ടോ, 2-3 പൊതിച്ചോറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരെണ്ണം റെഡിയായി നമ്മൾ പൊതിയുവാണേ. എന്തൊക്കെയായാലും എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ പൊതിച്ചോറെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു വികാരമാണ് അല്ലേ? എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതെ, ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. നമ്മൾ വാങ്ങിയ മത്തി മാത്രമേ ഇവിടെ വറുത്ത് വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ കണ്ണൻകുഴിയാളയുണ്ട്, അത് അടുത്ത പൊതിയിൽ ഇലയൊക്കെ വാട്ടി അത് കഴിഞ്ഞിട്ട് ചോറിട്ട് പിന്നെ മുട്ടയപ്പം വെച്ചു. പിന്നെ ഇതാ നമ്മളെ കണ്ണൻകുഴിയാള വറുത്തതും കൂടാണ് വെക്കുന്നത്. ഇനി നമ്മുടെ ചമ്മന്തിയും പൊട്ടറ്റോ വെഴുക്കുവരട്ടിയും പാവയ്ക്ക തോരനും ബീറ്റ്റൂട്ട് തോരനുമാണ് കേട്ടോ. അടുത്ത പൊതിയും സെറ്റായിട്ടുണ്ട്. നോക്കിയേ, നിങ്ങൾ കാണാൻ തന്നെ കിടിലനായിട്ടുണ്ടല്ലേ? കണ്ടിട്ട് കൊതി വരുന്നോ? എങ്കിൽ ഒരു കമൻറ്റ് ഇട്ടുതരാം കേട്ടോ. അടുത്തെവിടെയെങ്കിലും ഉള്ളവർക്കാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എത്തിച്ചു തരാം. അങ്ങനെ രണ്ടാമത്തെ പൊതിയും സെറ്റായിട്ടുണ്ട്. അതെ, ഓരോ പൊതിയിലും ഇത്രയും ചോറൊക്കെ വെക്കണോ, ഇത്രയും കറിയൊക്കെ വെക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പം തോന്നും അല്ലേ? ഞാനേ ഇന്ന് ഈ പൊതിച്ചോറ് തയ്യാറാക്കുന്നത് പ്രമാണിച്ച് ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ ഒറ്റ ഐറ്റവും വേറെ ചെയ്തിട്ടില്ല. ആരും ഇട്ടൊന്നും കഴിച്ചിട്ടുമില്ല. അതേ, മൂന്നാമത്തെ പൊതിച്ചോറും റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ മീനൊന്നും വെച്ചിട്ടില്ല, മുട്ടയും ചമ്മന്തിയും ഒക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദാ നമ്മൾ ഇനി പൊതിച്ചോറായിട്ട് പാർക്കിൽ എത്തിയിരിക്കുകയാണേ. വരുന്ന വഴിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. നമ്മൾ പാർക്കിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പൊതിച്ചോറ് തുറന്നിട്ടുണ്ട്. മത്തിയുള്ള ഊണാണ് ആദ്യം തുറന്നത്. അമ്പാടിച്ചന് നല്ല കൊഴിയാള വറുത്തതാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. ഇവർ തമ്മിലൊരു അടിയായിട്ടുണ്ട്. കാരണം അവന് വലിയ മീനും അവൾക്ക് ചെറിയ മീനും എന്നും പറഞ്ഞുകൊണ്ട് അവർ തമ്മിലൊരു അടിയൊക്കെ നടന്നവിടെ. അതുപോട്ടെ, അങ്ങനെ 3 പൊതിച്ചോറേ ഉള്ളതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. അത് മതി കേട്ടോ, ഇവരുടെ എല്ലാം ബാക്കി ഇന്നുമ്പോഴത്തേക്ക് എനിക്ക് നിറയും. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. ബാക്കി വന്നതെല്ലാം കൂടെ ഞാൻ കഴിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പോരാളിയല്ലേ, നമുക്കിതൊക്കെ തന്നെ ധാരാളം. രാവിലെ തൊട്ട് വിശന്നിരുന്നുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി കഴിച്ചു. അപ്പോൾ നമ്മൾ പുറത്തും കൂടെ കൊണ്ടുവച്ച് കഴിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മളെന്നും വീട്ടിൽ ഇരുന്ന് തന്നെയല്ലേ കഴിക്കുന്നത്. പിന്നെ നമ്മുടെ പൊതിച്ചോറിന് പിന്നെ പറയണ്ടല്ലോ, തുറക്കുമ്പോഴേ ഉള്ളൊരു മണവും ഒക്കെ. എൻ്റെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അത് മെയിനായിട്ട് നമ്മുടെ ചോറ് തന്നെയാണ് അവർക്ക് ഇഷ്ടം. പിന്നെ ബിരിയാണിയൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ദേ നമ്മുടെ പൊതിച്ചോറ് വിശേഷം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നല്ല മത്തി വറുത്തത്. വേറെ ഏതൊക്കെ മീൻ വറുത്താലും മത്തിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് എനിക്ക് മാത്രമാണോ എന്തോ, നിങ്ങൾക്കും അങ്ങനെയാണോ അറിയത്തില്ല. പൊതിച്ചോറ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് നിർത്തുന്നത്.